ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ കേരള സിലബസുകാരുടെ ഫസ്റ്റ് ചാപ്റ്റർ, സോഷ്യലിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ദാറ്റ് ഇസ് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോഷ്യൽ ഇതുവരെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് സോഷ്യൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫ്രീഡം അതിനൊക്കെ ബേസ് ചെയ്തിട്ട് പറയുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ദ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. നമുക്കറിയാം എന്താണ് നമുക്ക് ഫ്രീഡം കിട്ടിയതെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾക്ക് ഫ്രീഡം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ചെയ്തു. നമ്മളല്ല, മുന്നുണ്ടായിരുന്നവർ എന്ത് ചെയ്യുന്നു, കുറേ അതിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് ഇതൊക്കെ നടത്തിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, ഫ്രീഡം നടത്തിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫുൾ കൺട്രോൾ ആരായിരുന്നു, ബ്രിട്ടീഷുകാരായിരുന്നു. അവരുടെ കീഴിലായിരുന്നു നമ്മൾ എന്താ പറയുക, ഇങ്ങനെ സ്ലീവ്സ് പോലെ ഇങ്ങനെ ഇതായിരുന്നു. എന്നിട്ട് കുറേ വിപ്ലവങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഫ്രീഡം കിട്ടിയത്. ഇത് നമ്മളുടെ ഇന്ത്യയിൽ മാത്രമല്ല, വേറെ സ്ഥലത്തും നടന്നിട്ടുണ്ട്. അമേരിക്കയിലും ഇതുപോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ കുറേ കൺട്രീസിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലം വരെ എങ്ങനെയാണ് ഒരു ഫ്രീഡം കിട്ടിയത് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാവർക്കും ഫ്രീഡം വേണം അല്ലേ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇതിനൊക്കെ നമുക്ക് ഫ്രീഡം വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ് ഇത് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് അമേരിക്കക്കാരുടെയാണ്. അമേരിക്കക്കാരെങ്ങനെയാണ് അവർ ഫ്രീഡം നേടിയതെന്ന്, അവർക്ക് എന്തായിരുന്നു പ്രശ്നം എന്ന് ആദ്യം അറിയണം. എന്നിട്ട് എങ്ങനെയാണ് അവർ ഫ്രീഡം നേടിയതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അമേരിക്കക്കാര് അവരുടെ മെയിൻ പറയുമ്പോൾ അവരൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു. സ്ലോഗൻ എന്ന് പറഞ്ഞാൽ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. അതായിരുന്നു അവരുടെ സ്ലോഗൻ, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. അതായത് എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ടാക്സ്, അല്ലാത്ത കാര്യങ്ങൾക്ക് ടാക്സ് കൊടുക്കാമെന്ന് പറയുന്നത്, നികുതി കൊടുക്കാമെന്ന് പറയുന്നത് പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ലോഗനായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന്, എങ്ങനെയാണ് അവർ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായത്, എന്നിട്ട് എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർ അവരെ മുന്നിൽ വെച്ച ലോസ് എന്നൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, 16ാം നൂറ്റാണ്ട്, അതായത് 16ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ യൂറോപ്പിലെ ആൾക്കാരുണ്ടല്ലോ, ഈ യൂറോപ്പിലെ ആൾക്കാർ എന്ത് ചെയ്തു, നോർത്ത് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാൻ തുടങ്ങി. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റിസോഴ്സ്, അവിടുത്തെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഇവർ അവിടേക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ അവർ വന്ന് ലാസ്റ്റ് എന്ത് ചെയ്തു, 18ാം നൂറ്റാണ്ടായ സമയത്ത് ഏകദേശം 13 കോളനിക്കാർ ഇംഗ്ലണ്ടുകാർ അവരെ കീഴിലാക്കി മാറ്റി. എന്നിട്ട് അവർക്ക് മാപ്പിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. 13 കോളനീസ് നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന 13 കോളനി എന്താക്കി മാറ്റി, അവരെ കീഴിലാക്കി മാറ്റി. എന്തൊക്കെ കോളനി എന്നുള്ളതാണ്, ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, വെർജീനിയ, മാരിലാൻഡ്, പെനിൻസുലേവിയ, ഡെലാവെയർ, ന്യൂ ജേഴ്സി, പിന്നെന്താ ന്യൂയോർക്ക്, കോണക്റ്റിക്കറ്റ്, റോഡ് ഐലാൻഡ്, ന്യൂ ഹാംസ്റ്റർ, അങ്ങനെ കുറേ ഇവിടെ കൺട്രീസിൻ്റെ ഇവിടെ ഒരു മാപ്പ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പം ഇനി പറയുന്നതാണ് ക്രിസ്റ്റഫർ കൊളംബസ്. നമ്മൾ 5ാം ക്ലാസ് മുതൽ പഠിക്കണം ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ച്. ആളെന്താണ് ഇങ്ങനെ കപ്പലിൽ എന്താ പറയുക, ഇങ്ങനെ ഫുള്ള് കറങ്ങിയ ഒരാളാണ്. അപ്പോൾ ഈ മൂപ്പരാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അമേരിക്കയിൽ പോയിട്ട് ഒരു പ്രാവശ്യം അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ ആൾ വിചാരിച്ചു അത് ഇന്ത്യയാണെന്ന് വെച്ചിട്ട്, ഇന്ത്യക്കാരെന്നൊക്കെ വിളിച്ചാൽ ഇന്ത്യയാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അതാണ് അമേരിക്കയിൽ പോയിട്ട് അത് ഇന്ത്യ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവരെ പിന്നെ അവിടെ റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന അവിടുത്തെ ആൾക്കാരെ എന്താ പറയുക, റെഡ് ഇന്ത്യൻസിനൊക്കെ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലൂ ബോക്സിൽ അങ്ങ് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ അവിടെ പറയുന്നുണ്ട്, അതായത് നമ്മുടെ എന്താണ് അവിടെ ഇംഗ്ലണ്ട് ഉണ്ടല്ലോ, ഈ ഇംഗ്ലണ്ടിലെ ഒരു രാജാവ് എന്ത് വെച്ചിട്ട് അവിടെ റിലീജിയസ് മൈനോറിറ്റി, അങ്ങനെ റിലീജിയസിൽ അതായത് താഴ്ന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ഒരു കപ്പലിൽ മെയ് ഫ്ലവർ എന്ന് പറയുന്ന ഒരു കപ്പലിൽ എല്ലാവരെയും കൂടിയിട്ട് ഇങ്ങനെ ഈ അമേരിക്കയിലേക്ക് വിട്ടിട്ട്, എന്നിട്ട് അമേരിക്കയിലെ സ്ഥലം എന്ത് ചെയ്തു, ഇങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നവർ ഫുൾ അവിടെ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റിലീജിയസ് മൈനോറിറ്റിക്കാർ എന്ത് ചെയ്യും, കപ്പലിൽ കയറ്റി വിട്ടു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഇവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ വന്ന് താമസാക്കി, അവരുടെ സ്ഥലങ്ങൾ എടുത്തു, അവരുടെ കന്നുകാലിയെ വളർത്തലും അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവരെങ്ങനെ വന്നിട്ട് താമസാക്കിയിട്ട് അങ്ങനെ കുറേ സ്ഥലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലണ്ടുകാർ അവിടെ കീഴടക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. നെക്സ്റ്റ് പറയുന്ന ഒരു ടോപ്പിക്കാണ് മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ മെർക്കൻറ്റലിസം എന്ന് വെച്ചാൽ അതൊരു പോളിസിയാണ്. പോളിസി എന്ന് വെച്ചാൽ ഈ കോളനിയിലും, ഈ അമേരിക്കൻ കോളനിയുടെ മുകളിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു പോളിസിയാണ്. ഇവരെന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്രിട്ടീഷ് ട്രീറ്റഡ് അമേരിക്കൻ കോളനീസ് ആസ് സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ്. അവിടെയുള്ള ഇവർക്ക് വേണ്ട, ഇവരുടെ ഇൻഡസ്ട്രിയിൽ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള എന്താണ് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തിന് എടുക്കുക. എന്നിട്ട് അവരുണ്ടാക്കിയ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണം. ഇവർ
അവർക്ക് അത് എടുക്കുകയും വേണം, കൊണ്ടുപോയി വിൽക്കുകയും വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പോളിസികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറയുന്നതാണ്, അതായത് മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെർക്കന്റലിസം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് മെർക്കന്റലിസം എന്ന് പറയുന്നത്? എന്താണ്? ബ്രിട്ടീഷ് എന്തെയാണ്, അമേരിക്കക്കാരിൽ നിന്ന് ഈ റോ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇവരെ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവരെ ഉണ്ടാക്കിയ സാധനങ്ങൾ ഈ അമേരിക്കയുടെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കാനും വേണ്ടിയിട്ട് കുറച്ച് പോളിസികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, മെർക്കന്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ലോസ് കൊണ്ടുവന്നത്, ബ്രിട്ടീഷുകാർ കുറച്ച് നിയമങ്ങൾ ഈ അമേരിക്കക്കാരുടെ മേലിൽ ഉണ്ടാക്കി. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അത് ബ്രിട്ടീഷുകാർക്ക് കപ്പലിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഗുഡ്സ് ടു ആൻഡ് ഫ്രം കോളനീസ് മസ്റ്റ് ബി, അവിടെ നിന്നും, അതായത് അവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും ബ്രിട്ടീഷുകാർക്ക് പറ്റുള്ളൂ, അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനും ബ്രിട്ടീഷ് കപ്പലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റത്തത് വന്നത്. ഇനി രണ്ടാമത്തെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോക്യുമെന്റോ പാംഫ്ലെറ്റോ ലൈസൻസോ എന്ത് സാധനങ്ങൾ ഇറക്കുകയാണെങ്കിൽ എന്ത് വേണം, ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് വേണം. ആ സ്റ്റാമ്പ് കിട്ടാതെ അവിടെ ഒന്നും നടക്കില്ല. രണ്ടാമത്തത് വന്നു. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അവിടെ ഉണ്ടാക്കുന്ന, അവിടെ ഷുഗർ ആവട്ടെ, വൂളാവട്ടെ, കോട്ടൺ ആവട്ടെ, ടൊബാക്കോ ആവട്ടെ, അവിടെ ഉണ്ടാക്കുന്ന സാധനം. ഇപ്പം നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ട്, നമ്മളിവിടെ ഉണ്ടായിരുന്ന പെപ്പറും സാധനങ്ങളൊക്കെ അവർ അങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ, അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്താണ്, ഇംഗ്ലണ്ടിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോകുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ നാലാമത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രിട്ടീഷുകാർ അവിടെ വന്ന് താമസിക്കുമല്ലോ, ബ്രിട്ടീഷുകാർ അവിടെ വന്ന് താമസിക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണമോ അവർക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ ആര് കൊടുക്കണം, ഈ അമേരിക്കത്തെ കോളനിക്കാർ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലാസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ. ഇമ്പോർട്ട് ചെയ്യുക, അതായത് വേറെ സ്ഥലത്ത് നിന്ന് ഇവര് ടീയും അതുപോലെ തന്നെ എന്താണ് ഗ്ലാസ്, പേപ്പർ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, ഇമ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പൊ അതിനൊക്കെ ആരടയ്ക്കണം, ടാക്സ് ആരടയ്ക്കണം, ഇവിടെ ഉള്ള ജനങ്ങൾ അടയ്ക്കണം. ഇങ്ങനെ ഒരു 5 നിയമങ്ങൾ എന്തിൽ വരുന്നുണ്ട്, മെർക്കന്റലിസ്റ്റ് ലോസ്. അപ്പൊ വാട്ട് ഈസ് മെർക്കന്റലിസം എന്ന് ചോദിക്കും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അവിടെ എഴുതി വെക്കാം. എന്നിട്ട് വാട്ട് ആർ ദ 5 ലോസ് എന്ന് ചോദിക്കും. അപ്പോൾ ഇത് എഴുതി വെക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇങ്ങനെ കുറേ നിയമങ്ങൾ ആരുടെ മുകളിൽ വന്നു, അമേരിക്കക്കാരുടെ മുകളിൽ വന്നു. ആലോചിക്കണം, സ്ഥലം അവരതാണ്, അവരുടെ സ്ഥലത്ത് വന്നിട്ട് ഇവരോട് കുറേ നിയമങ്ങൾ പറയണം, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കൊണ്ടുവരണം. അപ്പം ഇതിനെതിരെ പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, കുറേ പ്രൊട്ടസ്റ്റുകൾ കൊണ്ടുവരാൻ തുടങ്ങി. കാരണം അവരുടെ സ്ഥലത്ത് വന്നിട്ട് അവരുടെ ഇത് നിൽക്കേണ്ട ആവശ്യമില്ലാന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ റൂൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കുറേ പ്രൊട്ടസ്റ്റുകൾ നടത്തി. അതുപോലെ തന്നെ ഇവരും എന്ത് ചെയ്യാൻ തുടങ്ങി, കുറേ പ്രൊട്ടസ്റ്റുകൾ വരാൻ തുടങ്ങി. അതിന് ഫസ്റ്റത്തെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പറഞ്ഞില്ലേ, ഈ ചായപ്പൊടി സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് അവർ ഭയങ്കര ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ടീ ഒക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കണം. ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ടാക്സിന്റെ എമൗണ്ട് ഇങ്ങനെ കൂട്ടാൻ തുടങ്ങി. ടാക്സിന്റെ എമൗണ്ട് കൂട്ടിയപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് റെഡ് ഇന്ത്യൻസ് എന്നാണ്. അപ്പോൾ ആ റെഡ് ഇന്ത്യൻസ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിസംബർ 16, 1773 ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 342 ചായപ്പൊടിയുടെ പാക്കറ്റും കുറച്ച് ചായപ്പൊടിയുടെ പാക്കറ്റും കൊണ്ടിട്ട് ഇവര് കപ്പലില്, അത് ഇവിടെ ബോസ്റ്റൺ ഹാർബർ, അതാണ് ആ ഒരു ഹാർബറിന് പേര് ബോസ്റ്റൺ ഹാർബർ. ഈ ഹാർബറിൽ ഇവർ കപ്പലിൽ പോയിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, കടലിൽ ഈ ചായപ്പൊടി ഫുള്ള് എറിഞ്ഞു കളഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടാത്ത രീതിയിൽ അങ്ങ് എറിഞ്ഞു കളഞ്ഞു. കാരണം ചായപ്പൊടിക്ക് ഒരു ടാക്സ് കൂട്ടണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ സാധനങ്ങളൊക്കെ അവിടെ എറിഞ്ഞ് കളയുക ചെയ്തത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഇവരെ ബ്രിട്ടീഷുകാർക്കെതിരെ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇതുപോലെ ഇവരെന്ത് ചെയ്തു, അപ്പോൾ അങ്ങനെ അവർ പ്രൊട്ടസ്റ്റുകൾ കൂടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ രണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ജോൺ ലോക്ക് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയാണ്, എവരി വൺ ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്, അല്ലെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റൈറ്റുകൾ ഉണ്ട്. നോ ഗവൺമെന്റ് ഹാസ് റൈറ്റ്സ് ടു സസ്പെൻഡ് ദം. അപ്പൊ ആ റൈറ്റുകളെ ഇതാക്കാനുള്ള ഒരു ഗവൺമെന്റിനും പറ്റില്ല. അതായത് അവരുടെ റൈറ്റിനെ തടയാനുള്ള ഒരു അവകാശവും ഈ വരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇല്ല എന്ന് ആര് പറഞ്ഞു, ജോൺ ലോക്ക് പറഞ്ഞു. ഇനി രണ്ടാമത് വന്നു തോമസ് പെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അയാൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, there is something absurd in supposing the continent be partially governed by foreign power, അല്ലെ, അതായത് നോർത്ത് അമേരിക്കക്കാരുടെ അവരുടെ സ്ഥലം വന്നിട്ട് മറ്റൊരു വന്നിട്ട് പുറത്തുനിന്ന് വന്നവര് വന്നിട്ട് ഇങ്ങനെ റൂൾ ചെയ്യാന്ന് പറയുന്നത് നല്ല കാര്യമല്ല. അപ്പൊ അതൊരു ഇതാണെന്നുള്ളത് ആര് പറഞ്ഞു, തോമസ്
പെയിന് പറഞ്ഞു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എൻ്റയർ കോണ്ടിനെന്റ് അസംബിൾസ്. ഇനി ഓരോ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവരെങ്ങനെയെങ്കിലും പുറത്താക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ട പണികൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങാണ്. അപ്പോൾ അതൊക്കെയാണ് ഇനി നെക്സ്റ്റ് വരുന്നത്. നമുക്കപ്പോൾ ഇവിടം വരെ നിർത്താം. ഇപ്പോൾ ഇത് സ്റ്റാർട്ടിങ്, എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വന്നത്, എന്താണ് അവിടെ ഉണ്ടായത്, എന്താണ് ലോസ് വന്നതെന്നൊക്കെ ഒരു ചെറിയൊരു ടോപ്പിക് കിട്ടി. ഇനി ഇതിനെതിരെ എന്ത് വന്നു എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.